ഇങ്ങോട്ട് പറ. ഐഡി എന്തെന്ന് വെച്ചാ വാട്സാപ്പ്. എന്താ വാട്സാപ്പോ? അതെയല്ലോ വാട്സാപ്പ്. മനസ്സിലാവുന്ന രീതിക്ക് പറയടി. അതെന്നാ പറഞ്ഞേ, വാട്സാപ്പ്. എല്ലാവരും ഇല്ലേ അവരവരുടെ വീട്ടിൽ പോയിട്ട് നമ്മുടെ അമ്മമാർക്ക് മെസ്സേജ് അയക്കാം. അതായത് ഞാനുണ്ടല്ലോ എൻ്റെ അമ്മയാണെന്ന രീതിക്ക് പാറുവിൻ്റെ അമ്മയ്ക്ക് മെസ്സേജ് അയക്കും, എന്നെ വിട്ടു എന്ന് പറഞ്ഞിട്ട്. അതേപോലെ പാറു എന്ത് ചെയ്യണം, പാത്തുവിൻ്റെ അമ്മയ്ക്ക് മെസ്സേജ് അയക്കണം, നിന്നെ വിട്ടു എന്ന് പറഞ്ഞിട്ട്. പാത്തു എന്ത് ചെയ്യണം, നിന്നെ വിട്ടു എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫോണിലേക്ക് മെസ്സേജ് അയക്കണം. അമ്മ എന്ന രീതിക്ക് മാത്രം കേട്ടോ. അതായത് പാത്തു അയക്കുന്നത് അവളുടെ അമ്മ ആയിട്ടാവണം. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ഈ മെസ്സേജസ് ഒക്കെ കാണുമ്പോൾ അവര് നമ്മളെ വിടും. എനിക്കത് മനസ്സിലാവുന്നില്ല. ഓ എന്റെ മണ്ടന്മാരെ, അതായത് നമ്മളെല്ലാവരും വീട്ടിൽ ചെന്നിട്ട് നമ്മുടെ അമ്മമാരുടെ ഫോൺ എടുക്കുന്നു. എന്നിട്ടുണ്ടല്ലോ നമ്മുടെ അമ്മമാരാണെന്ന രീതിക്ക് വാട്സപ്പിലുണ്ടല്ലോ നമ്മള് ഇപ്പൊ ഞാനാണെങ്കിൽ പാറുവിന്റെ അമ്മയ്ക്ക് എൻ്റെ അമ്മ എന്ന രീതിക്ക് മെസ്സേജ് അയക്കും. ഞാനുണ്ടല്ലോ മോളെ വിട്ടു, പാറുവിനെ വിടില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ പാറുവിന്റെ അമ്മയ്ക്ക് മെസ്സേജ് അയക്കും. പക്ഷെ പാറുവിന്റെ അമ്മ കാണുമ്പോൾ എന്താ വിചാരിക്കുക, അത് എൻ്റെ അമ്മ അയച്ചതാണെന്നല്ലേ. അപ്പൊ എന്ത് ചെയ്യും, പാറുവിന്റെ അമ്മ പാറുവിനെ അനുവദിക്കും. അപ്പോഴായിരിക്കും പാത്തുവിന്റെ ഉമ്മാന്റെ ഫോണിക്ക് ഇങ്ങനെയൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടാവും, ഞാൻ നിനക്ക് അയച്ച പോലെ തന്നെ. അതായത് നിന്റെ അമ്മയാണ് പാത്തുവിന്റെ അമ്മേന്റെ ഫോണിക്ക് മെസ്സേജ് എന്നുള്ള രീതിക്ക്. മനസ്സിലായോ? ഇതിപ്പോ ഞാൻ എങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാനാ? ഒരു പ്രാവശ്യം കേക്ക്. എനിക്ക് കുറച്ച് മനസ്സിലായി, എന്നാലും ശരിക്കും മനസ്സിലായിട്ടില്ല. അതായത് ഇപ്പോൾ ഇത് പെരെ ചെന്നിട്ട് എൻ്റെ അമ്മേൻ്റെ ഫോൺ എടുക്കും, എന്നിട്ട് എൻ്റെ അമ്മയാണെന്നുള്ള രീതിക്ക് ഇത് പാറുവിൻ്റെ അമ്മേൻ്റെ ഫോണിക്ക് മെസ്സേജ് അയക്കും, അന്നെ വിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട്. പാറുവിനെ വിടുമെന്ന് ചോദിക്കും. അപ്പം എന്ത് ചെയ്യും, എൻ്റെ അമ്മ പാറുവിൻ്റെ അമ്മ അത് കാണും. അപ്പോൾ പാറുവിൻ്റെ അമ്മ എന്നെ വിട്ടതുകൊണ്ട് പാറുവിനെ വിടും എന്നല്ലേ ഇത് പറഞ്ഞതേ. അതൊക്കെ മനസ്സിലായി. അപ്പം എനിക്ക് മാത്രമാണ് നിങ്ങളുടെ കൂട്ടത്തിൽ കുറച്ച് ബുദ്ധിക്കുറവ്. അതെ. അപ്പോ എനിക്കിതിൽ മനസ്സിലാവാതെ വേറൊരു കാര്യമുണ്ട്. അതെങ്ങനെ ഇജ് അയച്ചത് എൻ്റെ അമ്മ കാണൂലേ? പാറുവിൻ്റെ അമ്മക്ക് ഇജ് അയച്ചത് എൻ്റെ അമ്മ കാണൂലെ പൊട്ടത്തിയെ. അപ്പൊ എങ്ങനെ എൻ്റെ അമ്മ പറയൂലേ പാറുവിൻ്റെ അമ്മനോട് ഓളയച്ചതാണെന്ന്? ഓ എന്റെ പൊട്ടന്മാരെ, അങ്ങനെയല്ല പൊട്ടന്മാരെ. നിങ്ങൾ ഈ മെസ്സേജ് അയച്ച അപ്പൊ തന്നെ അത് നിങ്ങളെ ഫോണിൽ ഡിലീറ്റ് ആക്കണം. അപ്പോ അറിയില്ലല്ലോ എന്ത് പൊട്ടന്മാരാണ് നിങ്ങള്. അപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഇങ്ങനെ മനസ്സിലായി തരാം. അതായത് ഇജ്ജ് വീട്ടിൽ ചെന്നിട്ട് അന്നെ വിട്ട് എന്നുള്ള രീതിക്ക് എൻ്റെ അമ്മ പാറുവിൻ്റെ അമ്മക്ക് മെസ്സേജ് അയക്കുന്ന രീതിക്ക് ഇജ് മെസ്സേജ് അയക്കൂലേ. അതായത് എൻ്റെ അമ്മാൻ്റെ പോലെ ഇജ് മെസ്സേജ് അയക്കും പാറുവിൻ്റെ അമ്മാൻ്റെ ഫോണിക്ക്. ആ പാറുവിൻ്റെ അമ്മ അത് കണ്ടിട്ട് ആ പാറുവിനെ വിട്ടു എന്ന് പറയും. അപ്പൊ ആ പാറുവിനെ വിട്ടു എന്നുള്ളത് എൻ്റെ അമ്മ കാണുമ്പോൾ എൻ്റെ അമ്മ അന്നെ അയക്കും. അപ്പൊ അതേപോലെ ഒരു മെസ്സേജ് പാറു ഇൻ്റെ അമ്മാൻ്റെ ഫോണിക്ക് അയക്കും. അപ്പൊ ഇൻ്റെ അമ്മ അത് കണ്ടിട്ട് ഇന്നെയും വിടും. അങ്ങനെ നമ്മളെ മൂന്നാളും വിടും. അതല്ലേ കാര്യം? എനിക്കിപ്പോ മനസ്സിലായി. ഓ എന്റെ പാത്തോ, ഇയാള് പൊളിയാട്ടോ. ഐഡിയ ഉണ്ടതല്ലേ. പിന്നെ ഈ പോത്തിന് പറഞ്ഞു കൊടുക്കാൻ ഞാൻ വേണ്ടി വന്നുള്ളൂ. അത് പിന്നെ എന്റെ ബുദ്ധിക്ക് കുറച്ച് ഓട്ടം കുറവാ. അപ്പൊ നമുക്ക് നമ്മുടെ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. യെസ് അവർ ഓപ്പറേഷൻ ഈസ് സ്റ്റാർട്ടഡ്. പാത്രങ്ങളൊക്കെ അഴുക്കാക്കി വെച്ചിരിക്കാനോ? ഇതൊക്കെ ഞാൻ ഇന്നലെ തുടച്ചു വെച്ചതാ. ഇനിയിപ്പോ പണി പാളോന്നാവോ? അമ്മയുടെ കയ്യിൽ നിന്ന് ഫോൺ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ചൊരു പണിയുണ്ട്. ദൈവമേ എന്നെ കാത്തോണേ. എന്തായാലും ആക്ടിങ് തുടങ്ങാം. അമ്മേ. എന്താ അമ്മേ? ആരെപ്പ വിളിച്ചേക്കുന്നേ? ഹലോ, അമ്മായി ആയിരുന്നോ? എന്തൊക്കെയുണ്ട് അമ്മായി വിശേഷം? നല്ലതായിട്ട് ഇരിക്കുന്നു ഇവിടെ. അമ്മേ, അമ്മായി ആണല്ലേ വിളിക്കുന്നേ? ഇനി ഇപ്പൊ അടുത്തൊന്നും വെക്കാൻ സാധ്യതയില്ല. അമ്മേ അമ്മേ. ഓ ആണോ അമ്മായി? അവള് ഒളിച്ചോടിയതാണല്ലേ? എനിക്ക് അന്നേ തോന്നിയതാ അവള് ഒളിച്ചോടി കല്യാണം കഴിച്ചതാന്ന്. തുടങ്ങി നാട്ടുകാരുടെ വർത്താനം തുടങ്ങി. ഇനി ഇപ്പൊ അടുത്തൊന്നും ഇത് വെക്കാൻ ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. ഓ ഇരുന്ന് ഇനി നീക്കം തോന്നുന്നില്ല. എനിക്ക് പണ്ടേ തോന്നിയതാ അവൾ ഒളിച്ചോടി തന്നെ കല്യാണം കഴിക്കൊള്ളുന്ന്. കണ്ടാലും മതി മുടിയെല്ലാം കളർ ചെയ്ത് കൈയില്ലാത്ത ഉടുപ്പ് നടക്കും. എന്റെ അമ്മേ, നാട്ടുകാരുടെ കാര്യം നോക്കാൻ എന്റെ അമ്മയെ നല്ലോണം അറിയാം. എന്റെ കാര്യം നോക്കാൻ അറിയത്തില്ല. അതൊക്കെ അവരുടെ ഇഷ്ടമല്ല. എന്റെ അമ്മ, ഈ അമ്മ എന്താ ഇങ്ങനെ? ഏട്ടൻ ജോലിക്ക് പോയിരിക്ക, കുറച്ച് കഴിഞ്ഞാ വരും. പിന്നെ അമ്മായി, എന്റെ ഏട്ടന്റെ മോളുടെ കല്യാണം ഉണ്ട്. അവര് സ്നേഹിച്ച കല്യാണം കഴിച്ചേ. ചെറുക്കൻ എന്താ പത്രാസ് എന്നാ ബെൻസ് കാറൊക്കെ ഉണ്ട് അത്രേ. ഏതായാലും അവളുടെ ഭാഗ്യം. അവൾക്ക് അങ്ങനത്തെ കിട്ടാതിരിക്കോ? അവൾ എന്ത് നല്ല കുട്ടിയാ. അമ്മ ഇന്ന് ഫോൺ തരുന്ന ഒന്നുമില്ല. ഏതായാലും നാട്ടുകാരെന്തെങ്കിലും ചെയ്ത വലിയ കുറ്റം സ്വന്തം അനിയത്തിന്റെ മോൻ ചെയ്ത ഒരു കുഴപ്പമില്ല.
അമ്മേ, എന്താ മോളെ? ഫോൺ തരുമോ? ഞാന് അമ്മായി വച്ചിട്ട് തരാം. ഇപ്പൊ ഇങ്ങനെ വിളിച്ചല്ലേ ഉള്ളൂ, കുറച്ച് കഴിഞ്ഞിട്ട് തരാം. അവള് ഫോൺ ചോദിക്കാന്നേ. ഇത് തന്നെയല്ലേ പണി ഇവിടെ 24 മണിക്കൂറും. അതിനൊക്കെ നമ്മുടെയൊക്കെ കാലം അല്ലേ അമ്മായി? ഫോണൊക്കെ അന്ന് ഉണ്ടോ? കണ്ട കാട്ടിലും കണ്ട തോട്ടത്തിലൊക്കെ നടക്കുകയായിരുന്നു നമ്മുടെ ജോലി. ഇപ്പോഴത്തെ പിള്ളേരോ ഫോണില്. അമ്മേ, എപ്പോഴാ തീരുക? എന്നിട്ട് ഓ ശരിയാ, ഇവിടെ അതന്നെ അവസ്ഥ. എന്നാ നീ നിന്റെ വീട്ടിൽ പോയിക്കോ. ഞാന് അവളെ മെസ്സേജ് പോയോട്ടെ. ഇതുപോലെ നടക്കുവോ? പിടിച്ചാ എന്താ ചെയ്യാ? ഇനിയിപ്പോ അമ്മ വല്ലത് കണ്ടുപിടിക്കോ? ഇങ്ങനെ പേടിക്കല്ല, എല്ലാം റെഡി ആയിക്കോളൂ. അല്ല, ഓളതിന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിട്ട് കുറെ നേരമായിട്ടുണ്ടാവും. ഇജ് വേഗം പെരേക്ക് പോയിക്കോ. ഓള് കുറെ നേരമായി ഓളെ പെരേക്ക് പോയിട്ട്. ഇജ് വേഗം പോയോക്ക്, എൻ്റെ അമ്മക്ക് അയച്ചിക്കണ അയ്യെന്നെ. എന്നിട്ട് ഇന്നോട് പറയട്ടാ. അത് ഞാൻ ഏറ്റു. പിന്നെ എന്നാലും ഇങ്ങനെ ചെയ്താണ്ടേ. ഇനിയിപ്പോ ഏതായാലും ഓൾ എൻ്റെ അമ്മയുടെ ഫോണിക്ക് മെസ്സേജ് അയക്കും. എൻ്റെ അമ്മ അത് കാണും. എന്നിട്ട് എൻ്റെ അമ്മ അന്നെ വിട്ടു എന്ന് തിരിച്ച് പറയും. ഒരാളെ വിട്ടാ വിട്ടു എന്നാണല്ലോ എൻ്റെ അമ്മ വരക്കണേ. എൻ്റെ അമ്മ അതന്നെ ഇറക്കണേ. ഒരാളെ വിട്ടാ അന്നെ വിടുന്നേ. അപ്പോൾ എൻ്റെ അമ്മ എന്ത് ചെയ്യും? അന്നെ വിടും. അപ്പോൾ എന്തായാലും എൻ്റെ അമ്മനോട് അന്നെ വിട്ടിരിക്കണം എൻ്റെ അമ്മ തന്നെ പറയും. ഇത് കഷ്ടപ്പെട്ട് അയക്കേണ്ട ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല. അപ്പോൾ ഏതായാലും 3 നാൾ വിടൂല്ലേ, വെറുതെ നമ്മൾ റിസ്ക് എടുക്കണം. എന്തായാലും വേണ്ടില്ല. ആദ്യം അവളെ മെസ്സേജ് നോക്കണം. നമുക്കല്ലേ റിസ്ക്. അവൾ അമ്മ ഞാൻ അവൾ അയക്കുന്നത് കണ്ടാലോ? ഓ തീർന്നു. ശരിയാണിതേ. ടൂറിന് അനുവദിച്ചിട്ട് വേണം ആ എമ്മിലിയുടെ മുന്നിൽ ഒന്ന് ഷൈൻ ചെയ്യാനേ. അവൾ എന്തൊക്കെ വന്ന് കാണിച്ചിട്ട് പോയത്? അവളുടെ ഔദാര്യം വേണമെന്നത്ര. അവള് വലിയ പൈസക്കാരി വന്നേക്കുന്നത്. അവിടെ ആണെങ്കിലേ നമ്മുടെ സ്കൂളിന്റെ ഓണർ മായ മേഡം ഉണ്ടാവോ? അദ്ദേഹം ഉണ്ടാവണം. എന്നാലും നമുക്ക് പണിയെടുക്കാൻ പറ്റുള്ളൂ. ആ മായ മേഡത്തിന് നല്ലൊരു പണി കൊടുക്കണം. എനിക്ക് ചൊറിഞ്ഞ ഡ്രസ്സ് ഗിഫ്റ്റ് ചെയ്തവളാ അത്. പക്ഷെ അവളുടെ രീതി വേറെയാ. അവള് മുഖത്ത് നോക്കി ദേഷ്യപ്പെടില്ല. വെറുതെ ഇങ്ങനെ ഒളിപ്പിച്ചോണ്ടേ ഇരിക്കും ഓരോ കാര്യങ്ങൾ. ഉള്ളിൽ കൂടി ഇങ്ങനെ വളഞ്ഞു നോക്കി പിടിക്കുന്ന അവളുടെ സ്വഭാവം. എന്റെ പാറു, ഇതൊന്ന് അടങ്ങേ. നമ്മൾ വിടട്ടെ ആദ്യം, എന്നിട്ട് മതി ഇതൊക്കെ പറച്ചില്ലേ. ഇരിക്കണം മുന്നേ കാൽ നീട്ടിയാ ഇരിക്ക കുത്തര ബുക്കുന്നല്ലേ. അങ്ങനെ കണ്ടോ? അത് പിന്നെ എന്റെ വല്യമ്മ ഇടക്കിടക്ക് പറയലുണ്ട്. ഞാൻ വെറുതെ കോപ്പി അടിച്ചതാ. ഉണ്ടോ ഞാൻ എനിക്കറിയില്ല. ചിലപ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഓവർ സ്മാർട്ട് ആവണ്ടല്ലേ? അത് നല്ലതാ. ഏത് ഓവർ സ്മാർട്ട് ആവുന്നതോ? അല്ല, ഓവർ സ്മാർട്ട് ആവാതിരിക്കേണ്ടത്. അല്ല, ഇവിടുന്ന് ഒരാൾ ഓവർ സ്മാർട്ട് ആയിട്ടാണ്ട് പോയിട്ടില്ലേ? അവിടെ എന്താ അവസ്ഥ എന്നാവാം. അവിടെയൊക്കെ പറഞ്ഞു തന്നിട്ട് എന്താ അവള് കാണിക്കാൻ പോകുന്നത് ദൈവത്തിനറിയാം. അത് ശരിയാ. ആ മാമ്പഴപ്പുളിശ്ശേരി അമ്മായി വന്നപ്പോലെ വെച്ചിട്ട് അടിപൊളിയായി. എല്ലാവരും നല്ലോണം കഴിച്ചമ്മായി. അമ്മായിയോട് പറയാനായിട്ട് എന്റെ മോക്കൊക്കെ നല്ലോണം ഇഷ്ടമായി. എന്റെ അമ്മേ, എന്തോന്ന് തള്ള. ഒന്ന് നിർത്തിക്കൂടെ അമ്മേ? ആ പുളിശ്ശേരി വായ വെക്കാൻ കൊള്ളില്ലായിരുന്നു. അമ്മേ, ഫോൺ എന്താ? ആരാടി മോളെ, ഒരു 5 മിനിറ്റ് കൂടെ. ഇനി ഒരു 5 മിനിറ്റോ? അമ്മ ഇപ്പൊ തന്നെ കൊറേ നേരായില്ലേ? 5 മിനിറ്റ് എന്ന് പറഞ്ഞില്ല മോളെ, അത് കഴിഞ്ഞ് അങ്ങ് തരാം. നീ ഒന്ന് അടങ്ങി നിന്നേ. അമ്മായി പറ, ഇവിടെ എന്നെ വെറുതെ ശല്യപ്പെടുത്താന്നേ. ഇങ്ങനെ പോയാ എല്ലാ പ്ലാനും പൊളിയും. രാവിലെ ആവുമ്പോത്തിന് സമ്മതപത്രം കൊണ്ട് സ്കൂളിലാത്തേണ്ടതാ. ഇനിയിപ്പോ എന്താ ചെയ്യാ?